നമസ്കാരം സുഹൃത്തുക്കളെ. ഒരു ദിവസം മുമ്പ് ഇവിടുത്തെ സകലമാന മാപ്രകളും ആഘോഷിച്ച ഒരു വാർത്തയുണ്ടായിരുന്നു. നമ്മളൊക്കെ ആ ചിത്രം കണ്ടാണ്, ചിലരൊക്കെ ആ വീഡിയോ കണ്ടതാണ്. അങ്ങ് കാസർഗോഡ് നിന്നുള്ള ഒരു വാർത്തയായിരുന്നു. അവിടെ നാരായണൻ എന്നു പേരുള്ള ഒരു ഹിന്ദു, അദ്ദേഹം മുൻ RSSകാരനാണ് എന്നത് മാധ്യമങ്ങൾ കൂട്ടിച്ചേർത്ത സംഗതിയാണ്. ശരി, അദ്ദേഹം ഒരു വൃദ്ധസദനത്തിലെ അന്തേവാസിയായിരുന്നു. അദ്ദേഹത്തിന് ഒരു സഹോദരി ഉണ്ടെന്ന് പറയുന്നു. ഇദ്ദേഹത്തിന് ക്യാൻസർ രോഗബാധിതയായിരുന്നു. അദ്ദേഹത്തിന് ചികിത്സിക്കാനും മറ്റും അവർക്ക് സാധ്യമല്ലാത്തതിനാൽ അവർ അവിടെ ആ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കിയതാണ് എന്ന് പറയുന്നു. എന്തായാലും അദ്ദേഹം ആ വൃദ്ധസദനത്തിൽ വെച്ച് മരണപ്പെടുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിക്കുന്ന ദൃശ്യങ്ങളും വാർത്തയാണ് നമ്മൾ കണ്ടത്. അവിടെ മാധ്യമങ്ങൾ നമ്മളോട് പറയാൻ ശ്രമിച്ചത് അവിടുത്തെ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗമായ ഇർഫാന ഇക്ബാൽ എന്ന മുസ്ലിം ലീഗിൻ്റെ നേതാവ്, അവർ മതവേഷത്തിൽ തന്നെയാണ് അവരെ കാണിച്ചത്. ഹിജാബൊക്കെ ഇട്ടുകൊണ്ടാണ് അവർ ഈ വിറക് കൊള്ളി വെക്കുന്നത്, ചിത കത്തിക്കുന്നത് തുടങ്ങിയ ചിത്രങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ആ ചിത്രങ്ങളൊക്കെ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ത്രീകൾക്ക് സ്വന്തം ഭർത്താവട്ടെ, അല്ലെങ്കിൽ സ്വന്തം പിതാവട്ടെ, സ്വന്തം മകനാവട്ടെ മരണപ്പെട്ടാൽ കവർ കാണാനുള്ള അനുവാദം പോലും ഇല്ലാത്ത കൂട്ടരാണ് എന്ന് ഓർക്കണം. അപ്പോൾ അവിടെയാണ് ഒരു അന്യമതസ്ഥൻ്റെ ചിത കത്തിക്കുന്നു എന്ന മഹനീയമായിട്ടുള്ള ഒരു സന്ദേശം നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചത്. അതിനായിട്ട് പക്ഷേ അവർ ഉപയോഗിച്ച മാർഗം വളരെ ഹീനമായിപ്പോയി. കാരണം ഇവർ യാഥാർത്ഥ്യം നമ്മളോട് ഇതുവരെയും പറഞ്ഞിട്ടില്ല. എന്നാൽ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് വളരെ നിസ്സാരമായിട്ട് ഇതിൻ്റെ യാഥാർത്ഥ്യം കിട്ടുമായിരുന്നു. അപ്പോൾ പല സംഘപരിവാർ ഹാൻഡിലുകളും അത് സേവാഭാരതിയാണ് ചെയ്തത്, ഇവരവിടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ, ഫോട്ടോ എടുക്കാൻ മാത്രമായിരുന്നു എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതും സത്യമാണ്, അവിടെയും ഒരു സത്യമുണ്ട്. പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം ഇതൊന്നും അല്ലെന്നേ. അതിൻ്റെ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വലിയ മാനവികതയൊന്നും ഇല്ലെന്നേ. അത് അവർ ചെയ്യേണ്ട കാര്യമാണ്. ഇർഫാന ഇക്ബാൽ എന്ന വ്യക്തിയുടെ കടമയായിരുന്നു അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടത്. കാരണം ഈ ഇർഫാന ഇക്ബാൽ എന്ന് പറഞ്ഞ വ്യക്തിയും അവരുടെ ഭർത്താവും കൂടെ നടത്തുന്ന ഓർഫനേജ് ആണെന്നേ. അവരാണ് അതിൻ്റെ ട്രസ്റ്റ്. അതായത് ഞാനും അപ്പനും സുഭദ്രയും എന്ന് പറയുന്ന ഒരു സെറ്റപ്പാണത്. ഷെയ്ഖ് സയ്യിദ് എന്ന് പറഞ്ഞ ഒരു അറബി നേതാവിൻ്റെയോ മതപുരോഹിതൻ്റെയോ പേരിലുള്ള അറിയപ്പെടുന്ന അവരുടെ ആത്മീയ ആചാരനൊക്കെയാണെന്ന് പറയുന്നു. എന്തായാലും ഒരു മലയാളിയല്ല. ഷെയ്ഖ് സയ്യിദ് ഓൾഡ് ഏജ് ഹോം എന്നാണ് ആ ട്രസ്റ്റിൻ്റെ പേര്. അവിടെ ഏതാണ്ട് 37ഓളം അന്തേവാസികളുണ്ടെന്ന് പറയുന്നു. ഈ ട്രസ്റ്റ് ഈ രണ്ട് വ്യക്തികളാണ് ഇതിൻ്റെ ഉടമസ്ഥരെങ്കിലും അതിന് ഒരു സ്വാമിയുടെ പേരും മറ്റൊരു ഹൈന്ദവ നാമധാരിയുടെ പേരും അതിൻ്റെ രക്ഷാധികാരിയും മറ്റുമൊക്കെ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ഇതൊരു മതേതര സ്ഥാപനമാണ് എന്ന് വരുത്തി തീർക്കാനായിരിക്കാം ഒരു പക്ഷേ ഫണ്ടും മറ്റുമൊക്കെ വേണമല്ലോ. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഇപ്പം ഞാനും എൻ്റെ ഭാര്യയും കൂടി ഒരു വൃദ്ധസദനം നടത്തുന്നു. ഏത് മതസ്ഥനും ആയിക്കോട്ടെ, അവിടെ ഇന്ന മതസ്ഥരെ മാത്രമാണ് അവിടെ കയറ്റത്തുള്ളൂ എന്നൊന്നും ഇന്ത്യയിൽ അങ്ങനെ നിബന്ധന വെക്കാൻ പറ്റില്ലല്ലോ. അവിടെ വൃദ്ധരായിട്ടുള്ള അല്ലെങ്കിൽ ആശ്രയം ആവശ്യമുള്ളവർക്ക് അവിടെ വന്ന് താമസിക്കാം. അങ്ങനെ ഞാൻ നടത്തുന്ന സങ്കല്പമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയാണ്, ഞാൻ നടത്തുന്ന ഒരു ഓർഫനേജിൽ ഒരാൾ അവിടെ താമസിക്കുന്നു, അയാൾ അവിടെ വെച്ച് മരണപ്പെടുന്നു. അപ്പോൾ അയാളുടെ സംസ്കാര ചടങ്ങിൽ ഞാൻ പോയി പങ്കെടുക്കുന്നത് എന്തെങ്കിലും വലിയ മഹത്തരമായിട്ടുള്ള കാര്യം ഞാൻ ചെയ്യുന്നതാണോ? അത് എൻ്റെ കടമയാണ്, ഞാനത് ചെയ്യണം, ശരിയല്ലേ? അതിനകത്ത് ഈ മാനവികത പറയാനൊന്നുമില്ല. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ പറയാൻ നോക്കിയത് എന്താണ്? മുൻ RSSകാരനായിരുന്ന ഒരാൾ മരിച്ചിട്ട് അയാളെ ഏറ്റെടുക്കാൻ പോലും ആരുമില്ലായിരുന്നു. അവസാനം ഒരു മുസ്ലിം സ്ത്രീ തന്നെ ചെയ്യുന്ന കണ്ടോ, ഇതാണ് മാനവികത, ഇതാണ് മതേതരത്വം, ഇങ്ങനെയൊക്കെ സ്ഥാപിക്കാനാണ് ശ്രമിച്ചത്. നമ്മൾ ലളിതമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവരുടെ ഭർത്താവും കൂടെ നടത്തുന്ന ഒരു വൃദ്ധസദനം, അവിടെ വെച്ചൊരു അന്തേവാസി മരണപ്പെട്ടു. അവരുടെ സംസ്കാര ചടങ്ങിൽ അവർ പങ്കെടുത്തു. അവരുടെ മതവിശ്വാസം അനുസരിച്ച് ഇതൊന്നും അവരെ അനുവദിക്കുന്ന കാര്യമല്ല. പക്ഷേ അവർ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വമുണ്ട്, അല്ലെങ്കിൽ അവർ നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട്. ഇത് നാളെ ചോദ്യം വരും. മനസ്സിലായി? ഇവരിത് ചെയ്തില്ലെങ്കിൽ നാളെ ചോദ്യം വരും. നിങ്ങളുടെ സ്ഥാപനമായ ആ വൃദ്ധസദനത്തിലെ ഒരാൾ മരണപ്പെട്ടിട്ട് അയാളെ നോക്കാനും ഒന്നുമില്ലാതെ വെറുതെ കൊണ്ട് അങ്ങ് കത്തിക്കുമായിരുന്നോ എന്ന് സർക്കാർ തലത്തിൽ ഒരു ചോദ്യം വന്നാൽ അവർക്ക് അതിന് മറുപടി കൊടുത്തേ പറ്റൂ. അതുകൊണ്ടാണ് അവർ ആ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുകയും പിന്നീട് ഇതൊരു രാഷ്ട്രീയമായ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഭർത്താവിനെ കൊണ്ട് തന്നെ ഇവർ കൊള്ളിവെക്കുന്നതും കത്തിക്കുന്നതുമായിട്ടുള്ള ഫോട്ടോ എടുക്കുകയും ചെയ്തത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇന്നേ നാഴിക വരെ നമ്മൾ ഒരു മുസ്ലിം സ്ത്രീ കബറടക്കത്തിൻ്റെ ആ സ്ഥലത്ത് നിൽക്കുന്നോ കബർ കാണുന്നതായിട്ടുള്ള ഒരു ചിത്രവും നമ്മൾ കണ്ടിട്ടില്ല. അവരങ്ങനെ ചിത്രം എടുക്കാറില്ല. അവരുടെ സ്ത്രീകൾക്ക് അതിനുള്ള അനുവാദവുമില്ല. അന്യപുരുഷൻ്റെ മൃതദേഹം കാണാനുള്ള അനുവാദം പോലും അവർക്കില്ല. ഇതാണ് യാഥാർത്ഥ്യമെന്നിരിക്കെ ഈ സ്ത്രീ ഇങ്ങനെ 2 ചിത്രങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതെന്തിനു വേണ്ടിയായിരിക്കുമെന്ന് ചിന്തിക്കുക. ഇവിടെ ഇവർ മഹത്തായ ഒരു കാര്യവും ചെയ്തിട്ടില്ല. അവർ നടത്തിക്കൊണ്ടുന്ന സ്ഥാപനത്തിലെ ഒരു അന്തേവാസി മരണപ്പെട്ടു. ആ അന്തേവാസിയുടെ സംസ്കാര ചടങ്ങിൽ അവർക്ക് പങ്കെടുത്തല്ലേ പറ്റൂ. അതല്ലേ അതിൻ്റെ ശരിയായിട്ടുള്ള രീതി. ഇല്ലെങ്കിൽ ചോദ്യം വരില്ലേ? അതിനെ പിന്നെ അനാഥ ശവം പോലെ എവിടെയെങ്കിലും കൊണ്ട് കളയാൻ പറ്റുമോ എന്നൊരു ചോദ്യം വരും. കാരണം ഒരു ഓർഫനേജ് നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു വൃദ്ധസദനമൊക്കെ നടത്തുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. സർക്കാർ ആ മാനദണ്ഡങ്ങൾ പാലിക്കുന്നവർക്ക് മാത്രമേ അതിനുള്ള അനുമതി കിട്ടാറുള്ളൂ. അപ്പോൾ അവരുടെ അന്വേഷണം വരും, ചോദ്യം വരും. അതുകൊണ്ട് മാത്രമാണ് അവരതിൽ പങ്കെടുത്തത്. അതിന് എന്തൊക്കെ തരം കഥകളാണ് നമ്മൾ കേട്ടത്. സമ്മതിക്കണം കേട്ടോ.